വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ചലഞ്ച് വീഡിയോ ആണ്. ചലഞ്ചിന്റെ പേര് എന്നിട്ടാ വിയേർഡ് ഫുഡ് കോമ്പിനേഷൻ ചലഞ്ച്. അപ്പോൾ നമ്മൾ വേറെ ഒന്നുമില്ല, ഒരു മെയിൻ ഫുഡ് വെക്കും. ആ മെയിൻ ഫുഡിൽ ഒരു കറക്റ്റ് കോമ്പിനേഷനും ഒരു റോങ് കോമ്പിനേഷനും കൊടുക്കും. അതിൽ നമ്മൾ ഒരു സ്ലോട്ട് ഇട്ടിട്ട് എടുക്കണം. കറക്റ്റ് ഏതാന്ന് വെച്ചാൽ സ്ലോട്ട് ഇട്ട് എടുക്കണം. അതാണ് ചലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ തുടങ്ങാം, പോയാലോ? വീഡിയോക്ക് പോവാം. ഫസ്റ്റത്തെ ഫുഡ് എന്ന് പറയുന്നത് മാഗിയാണ്. അതിന്റെ കോമ്പിനേഷൻ വെച്ചേക്കുന്നത് പാലും പിന്നെ ടൊമാറ്റോ സോസും. അത് നമുക്ക് സ്ലോട്ട് എടുക്കാം. ശരിയാ, എനിക്ക് ഇട്ടേക്കുന്ന ടൊമാറ്റോ സോസും അവർക്ക് ഇട്ടേക്കുന്ന പാലും. എനിക്ക് കുഴപ്പമില്ല, നിനക്ക് കുഴപ്പമില്ല. കണ്ടിന്യൂ. നമ്മള് കുറച്ചെടുക്കുന്നല്ലോ, വെറുതെ ഇത് കളയണ്ടല്ലോ. അതെ വാ. അയ്യോ, കുറച്ചും കൂടെ ആക്കി. അടുത്ത കാണുമ്പോ തന്നെ എന്റെ പോലെ തോന്നണം. അല്ല, മുക്ക ഓക്കെ. അപ്പൊ ഒന്ന് സീറോ. അടുത്ത ഫുഡ് എന്താന്ന് വെച്ചാല് മാങ്ങയും പിന്നെ അതിന്റെ കോമ്പിനേഷൻ ആയിട്ട് വെച്ചേക്കുന്നത് ഉപ്പും മുളകും കേടുമാണ്. ഓക്കെ, ഇട്ടാലോ? ഓക്കെ, എനിക്ക് കറക്റ്റ് ആണ് കിട്ടിയ. ഉപ്പും മുളക് പൊടിയും അകത്ത് തേർഡ്. നേരത്തെ കുറച്ച് എന്തെങ്കിലും തവണ നന്നായിട്ട് പേടിക്കണ്ട കുട്ടാ. ഓക്കെ, പുളിയുടെ പ്രശ്നം മാത്രമേ, വേറെ കുഴപ്പമൊന്നുമില്ല. അടുത്ത ഫുഡ് എന്ന് വെച്ചാല് കട്ട്ലേറ്റ്. അതിന്റെ കോമ്പിനേഷൻ ആയിട്ട് വെച്ചേക്കുന്നത് കേടും ടൊമാറ്റോ സോസാണ്. ഒരു തരാ എത്ര നീ ചേർന്നില്ലേ? ഞാൻ നിനക്ക് വലിയതെന്തോ വരാനുണ്ട്. തിന്നു. ലാസ്റ്റത്തത് പൂജാന്ന് തോന്നുന്നു. വലിയ സുഖമൊന്നുമില്ല. സൂപ്പർ, ഒരു രക്ഷയില്ല. ഇപ്പൊ എത്ര എണ്ണം കഴിഞ്ഞു? 3 എണ്ണത്തില്. ഓക്കെ, അപ്പൊ അടുത്ത ഫുഡ് എന്താന്ന് വെച്ചാല് ലേസും കോമ്പിനേഷൻ ആയിട്ട് വരുന്നത് ടൊമാറ്റോ സോസും പാലും ആണ്. ഇത് ആർക്കാ കിട്ടണേന്ന് നോക്കാം.
ഇതൊന്നും എനിക്കല്ല വീട് കിട്ടിയേക്കണേ. 3 0 ഓക്കെ. ഇതും 0 ഇല്ലേ? അയ്യോ ഉപ്പും പാലും സൂപ്പർ. ഞാൻ ഒന്നെങ്കിലും കിട്ടി. അയ്യോ എനിക്ക് ചിന്തിക്കാൻ പറ്റണില്ല. ശരി കൊടു. കുറച്ചൊരു മുക്ക്. ഇതിന്റെ ടേസ്റ്റും അല്ല ഇങ്ങനെ തന്നെയാണോ? പിന്നെ ഞാൻ നേരത്തെ അടുത്ത പോവാ. അടുത്ത ഫുഡ് ഓറിയോ ബിസ്ക്കറ്റും കോമ്പിനേഷൻ പാലും ടൊമാറ്റോ സോസും. എവിടെ അങ്ങനെ ഇട്ടില്ല. അതിന്റെ പാല് ടൊമാറ്റോ സോസ് ഞാൻ എടുക്കാം. ഞാൻ വിളിക്കാം. നീ നേരത്തെ വിളിക്കും. ഞാൻ അടിച്ചെടുക്കണേ. ആദ്യത്തെ പാളിയെങ്കിലും പിന്നീക്ക് നല്ലതാ. ഞാൻ പറഞ്ഞില്ല എനിക്ക് നല്ലത് തരാനാണ്. ഞാൻ പാല് ഉപയോഗിച്ച് നല്ലതാണ്. ക്രീമോ അത്രയായിട്ട് വെച്ചോ. അത്ര കൂടുതലായിരിക്കില്ലേ? പ്രശ്നമില്ലാത്തെന്താ? നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനേ നല്ല ടേസ്റ്റ് ഉണ്ട്. പുളിയല്ലേ? ആ പുളിയാണെങ്കിലും വേണ്ട വേണ്ട കാര്യമായിട്ട് പറഞ്ഞതാ. വലിയ വീടായിട്ടൊന്നല്ല, കുഴപ്പമൊന്നുമില്ല, തിന്നാൻ പറ്റും. അപ്പൊ നേരത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ 3-2. അടുത്തത് ബിരിയാണിയാണ്. ബിരിയാണിയുടെ കോമ്പിനേഷൻ നമ്മൾ സാധാരണ കഴിക്കുന്ന കേടും പിന്നെ ഉപ്പും മുളകും. എടുത്താലോ? ഉപ്പുമുളക് ഇട്ട് തിന്നാന്ന് വെച്ച ദൈവമേ. കേട്. അത് ഇവർക്ക് വലിയ ബിരിയാണി അരി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതിന്റെ കൂടെ ഒക്കെ ഉപ്പുമുളകൊക്കെ ഇട്ട് തിന്നാന്ന് പറഞ്ഞ അയ്യോ. ഇവിടെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ നമ്മൾ ഒഴിക്കണം. എന്നിട്ട് ഇങ്ങനെ 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 കുഴച്ച് കുറച്ച് ചൂടും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറാണ്. അല്ല നമ്മള് പണ്ടൊക്കെ ഉപ്പുമുളകൊക്കെ കൂടി ചോറ് തിന്ന അച്ഛന്മാരും അമ്മമാരും പറഞ്ഞിട്ടുണ്ടല്ലോ. ചിലപ്പോ നല്ലതായിരിക്കും. വലിയ കുഴപ്പമില്ല. പിന്നെ ബിരിയാണിയോടൊക്കെ അല്ലേ? 4-2 പോയിന്റ് കിട്ടി. ഞാൻ വിന്നറായിരിക്കുന്നു. ഞാനാണ് എല്ലാ കറക്റ്റ്
കോമ്പിനേഷൻ ഏകദേശം നാലെണ്ണം. നമ്മൾ 6 ഫുഡാണ് വെച്ചത്, അതിൽ 4 കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അവള് 2 മാത്രമേ കറക്റ്റ് ആക്കിയിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ? നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.